അപ്പോൾ കേരള സർക്കാരിന്റെ കീഴിൽ ഒരു സ്ഥിര നിയമനം ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കാണ് പുതിയൊരു റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. ഇതൊരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ്. പറയാൻ പോകുന്ന കമ്മ്യൂണിറ്റിയിൽപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ. നിങ്ങളുടെ അറിവിൽ പറയാൻ പോകുന്ന യോഗ്യതയുള്ള സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവരിലേക്ക് പെട്ടെന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും വന്നിട്ടുള്ള റിക്രൂട്ട്മെന്റിന്റെ മുഴുവൻ വിവരങ്ങളും എന്താണെന്ന് നോക്കാം. അപ്പോൾ കേരള സർക്കാരിന്റെ കീഴിൽ ഒരു സ്ഥിര നിയമനം ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കാണ് പുതിയൊരു വിജ്ഞാപനം ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുള്ളത്. 1/3/2024 ഗസറ്റഡിൽ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് 3/4/2024 വരെ നിങ്ങൾക്കിതിന് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 022/2024 എന്നാണ്. ഇതിന് അപേക്ഷ സമർപ്പിക്കാൻ ഇനി പറയുന്ന യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ കേരള PSCൻ്റെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ അവർക്ക് PSCൻ്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തുകൊണ്ട് വെറും 5 മിനിറ്റിൻ്റെ ഉള്ളിൽ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിലേക്കാണ് പുതിയ വിജ്ഞാപനം ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. നല്ലൊരു അവസരം തന്നെയാണ്. അസിസ്റ്റന്റ് ഗ്രേഡ് 2 തസ്തികയാണ്. താല്പര്യമുള്ള യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. സ്റ്റാർട്ടിംഗ് 22,200 മുതൽ 48,000 വരെ ശമ്പളം ലഭിക്കുന്ന നോട്ടിഫിക്കേഷനാണിത്, അതായത് പോസ്റ്റാണിത്. സോ മുസ്ലിംസിന് ഒരു വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ സഹോദരന്മാരിലേക്കും അതുപോലെ തന്നെ യോഗ്യതയുള്ളവരിലേക്കെല്ലാം ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കുക. വേക്കൻസി നോക്കി അപേക്ഷിക്കാതിരിക്കേണ്ട. കേരള PSC ആണ്. വേക്കൻസി ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ യോഗ്യതയുള്ള താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. അപ്പോൾ മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ആണെങ്കിലും ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ആയതുകൊണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ടിട്ടുള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 39 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. 2/1/1985 1/1/2006 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. അപേക്ഷിക്കാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. മസ്റ്റ് ഹാവ് എ BA ആണ്, ബാച്ചിലർ ഡിഗ്രിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും BA അല്ലെങ്കിൽ BSc അല്ലെങ്കിൽ BCom ഒക്കെ ഉള്ളവർക്ക് ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു റെക്കഗ്നൈസ് UGC അംഗീകാരമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതൊരു റെഗുലർ കോഴ്സ് ആയിരിക്കണം എന്നും കൂടി പറയുന്നുണ്ട്. റെഗുലർ കോഴ്സ് ആയിരിക്കണം സ്റ്റഡി എന്ന് പറയുന്നുണ്ട്. ആൻഡ് സർട്ടിഫിക്കറ്റ് ഇൻ കമ്പ്യൂട്ടർ 3 മാസത്തെ കമ്പ്യൂട്ടർ കോഴ്സും കൂടി നിങ്ങൾ ചെയ്തിട്ടുണ്ടാവണം. എങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം BA ഡിഗ്രി അല്ലെങ്കിൽ BSc പിന്നെ BCom ഇതൊക്കെ റെഗുലറായിട്ട് പോയിട്ട് പഠിച്ചവർക്കും പിന്നെ 3 വർഷത്തെ 3 മാസത്തേതാണ് 3 മാസത്തെ മിനിമം 3 മാസത്തെ കമ്പ്യൂട്ടർ കോഴ്സൊക്കെ ചെയ്തവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ യോഗ്യതയുള്ളവരെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക.